ഈ കാണുന്ന ഒരു ലാഗ് ആയിട്ടുള്ള ഒരു ഷട്ടർ ലാഗ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ഇന്നത്തെ വീഡിയോ. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഈ ഒരു ടൈപ്പ് എഫക്റ്റ് നിങ്ങൾ പല റീൽസിനകത്ത് കണ്ടിട്ടുണ്ടാവും. സോ ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? ഇത് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റിംഗ് ചെയ്യാം. നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം ഫിൽറ്റർ ആണ്. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഫിൽറ്റേഴ്സിനകത്ത് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ സൈൻ ലോ ഷട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ കാണുന്ന റെഡ് കളറുള്ള ഈ ഒരു ഫിൽറ്റർ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു എഫക്റ്റ് സിമ്പിൾ ആയിട്ട് കിട്ടുന്നതാണ്. പക്ഷേ ആ ഒരു എഫക്റ്റ് കുറച്ച് ഓവർ ആയിട്ടാണെങ്കിൽ ലാഗ് ഭയങ്കരമായിട്ട് സ്മൂത്ത് ആയിട്ടാണുള്ളത്. ഒരാൾക്ക് അതിന്റെ മുകളിൽ ഓൾറെഡി ഒരു കളർ ഗൈഡ് ചെയ്യുന്നത്, ഐ മീൻ ഓൾറെഡി ഒരു ഫിൽറ്റർ അതിന്റെ മുകളിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതല്ലാതെ രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എഡിറ്റിംഗിൽ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാപ്കട്ട് യൂസ് ചെയ്ത് ചെയ്തേക്കാം. ക്യാപ്കട്ടിനകത്ത് തന്നെ നിങ്ങൾക്ക് ക്യാപ്കട്ടിന്റെ പ്രോ ഉള്ളവർക്ക് അതിനകത്ത് നിങ്ങൾക്ക് സ്ലോ ഷട്ടർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഫിൽറ്റർ ഓൾറെഡി ഉണ്ട്. അത് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നൈസ് ആയിട്ടുള്ള ഒരു സ്ലോ ഷട്ടർ കിട്ടുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നമ്മൾ നോർമൽ ക്യാപ്കട്ടിനകത്തുള്ളത്, അതായത് നൈറ്റ് ക്ലബ് എന്നുള്ള ഒരു ഓപ്ഷനകത്ത് അൺറിയൽ ടു ഡിലേ, അതുപോലെ അൺറിയൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ഈ എഫക്ട്സ് യൂസ് ചെയ്ത് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ടൊരു ഷട്ടർ ലാഗ് എഫക്റ്റ് ക്രിയേറ്റ് എടുക്കാൻ പറ്റും. എല്ലാം കുറച്ചൊരു കളറാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ട്രിപ്പി അതുപോലെ റെയിൻബോ ഹേസ് എന്നുള്ള ഈ കാണുന്ന എഫക്ട്സും ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ജസ്റ്റ് ഈ എഫക്റ്റ് ആഡ് ചെയ്താൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തു. അടുത്ത് വേണം. താങ്ക്സ് ഫോർ വാച്ചിങ്.